അങ്ങനെ അവൻ്റെ സ്കൂൾ ലൈഫെല്ലാം കഴിഞ്ഞ് അവൻ്റെ ലൈഫിൽ പുതിയ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ് അവൻ്റെ കോളേജ് ലൈഫ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൻ കോളേജ് ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവന് വരുന്നു. അവൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും അവനെ കണ്ടിട്ട് വെൽക്കം ഒക്കെ ചെയ്യുമ്പോൾ ഇവന് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ ഇടയിലോട്ട് വരും. അവൻ ജസ്റ്റ് അവനെ മാത്രം പരിചയപ്പെടുത്തും. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ഇവൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവന് അതൊന്നും കാര്യമാക്കുന്നില്ല. ഇവൻ്റെ ബെഡ് ഏത് ചൂസ് ചെയ്യണം എന്നും അങ്ങനെ നോക്കിയാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് കോറിഡോറിൽ നിന്ന് തന്നെ യാൻ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ പഴയ സ്കൂൾ മേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ഹോന് വരുന്നത്. ഇവനെ കണ്ടിട്ട് ഇവനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഇവൻ്റെ സങ്കടം പറയുന്നു. അതായത് ഇവൻ ഈ സെയിം റൂമിലായി പോയില്ല, എന്നിട്ട് ആരോടെങ്കിലും തനിക്ക് റൂം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ രണ്ടുപേരും കട്ട ഫ്രണ്ട്സാണ്. ഇവർ ഒരാളായിട്ട് മാറില്ല. പിന്നെ ഒരാളോട് അവൻ ചോദിക്കുമ്പോൾ അയാൾക്ക് സമ്മതമല്ല. അങ്ങനെ പിന്നെ ഇവൻക്ക് ആ റൂം കിട്ടാത്തതിൻ്റെ ഭയങ്കര വിഷമം. എന്നാൽ യാൻ അതൊന്നുമില്ല. ഇവൻ ഉണ്ടായാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അവൻ ഇപ്പോഴും ആ ഒരു സങ്കടത്തിലാണ്. അവർ വിചാരിച്ച ആ ഒരു പ്ലാനിൽ ഇഫാന് പിന്തിരിഞ്ഞല്ലോ. അവൾ ഇവൻ്റെ കൂടെ ഈ കോളേജിൽ വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻക്ക് ഈ ഒരു കോളേജ് ലൈഫിനോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അങ്ങനെ അവനൊരു ബെഡ് ചൂസ് ചെയ്യുന്നു. അതിൽ കയറി അങ്ങോട്ട് കിടക്കുന്നു. എന്നിട്ട് ഇവിടെ താഴെ ഇവരെല്ലാവരും ഭയങ്കര ബഹളം വെക്കുമ്പോൾ അവന് പെട്ടെന്ന് പറയും, ഇവിടെ നോയ്സ് ഉണ്ടാക്കാൻ പാടില്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്നും ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ഇഫാനെയും ആലോചിച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇനി ഇഫാൻ ഇന്നലെ ഉറക്കത്തിൽ നടന്നിട്ട് നേരെ യാനിൻ്റെ റൂമിൽ അവൻ്റെ കൂടെയാണല്ലോ വന്ന് കിടന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഇവർ രണ്ടുപേരും നല്ല ഹഗ് ചെയ്ത് അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഉറക്കം തെളിഞ്ഞ് ഇഫാൻ എഴുന്നേറ്റപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ റൂം മാറിയെന്ന് മനസ്സിലായി. എന്നിട്ട് പേടിച്ചുകൊണ്ട് ഇനി ഇവനെങ്ങാനും കണ്ണ് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഭാഗ്യം അവൻ തുറന്നിട്ടില്ല. പിന്നെ ഇവൾ എങ്ങനെയെങ്കിലും ഇനി അവൻ അറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെടണം. പതുക്കെ അവളുടെ മേൽ കിടക്കുന്ന കൈ അങ്ങനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കി. അവസാനം ഏകദേശം രക്ഷപ്പെട്ടു എന്ന് കണ്ട സമയത്ത് പെട്ടെന്ന് അവന് ഉണർന്നിട്ട് ഇവളെ ഒന്നും കൂടെ അങ്ങോട്ട് മുറുക്കി പിടിച്ച് വീണ്ടും കിടന്നുറങ്ങാൻ ശ്രമിക്കണം. പിന്നെ ഇവൾ പേടിച്ച് നോക്കുമ്പോൾ അവന് ഉറക്കത്തിൽ ചെയ്തതാണ്. അവൻ ഉണർന്നിട്ടേ ഇല്ല. പിന്നെ അവൾ വീണ്ടും അതേ പ്രോസസ്സിലൂടെ കടന്ന് അവനറിയാതെ ഏകദേശം കൈ മാറ്റിക്കഴിഞ്ഞു. എന്നിട്ട് മെല്ലെ എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇഫാൻ എന്നൊരു വിളി. അതോടുകൂടി അവൾ ആകെ ഞെട്ടിത്തെറിച്ച് നോക്കിയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ എന്താ നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊന്നും പറയാനില്ല. അവൾ പറയും, നീ ഉറക്കത്ത് കാണുകയാണ് ഇതെല്ലാം, നീ ഉണർന്ന് എണീക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടാണ്. എന്നാൽ ഇവൻക്ക് മനസ്സിലായി ഇത് ഉറക്കത്തിൽ കണ്ടതല്ല, ഇത് ശരിക്കും യാഥാർത്ഥ്യമായിട്ട് നടന്നതാണെന്ന്. എന്നിട്ട് റൂമിലെത്തി അവൾ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക, അവനോട് എന്താ പറയുക, ആകെ അല്ലെങ്കിലേ അവനെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതും കൂടെ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനാകും. അതുകൊണ്ട് തന്നെ അവൾ ഇനി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അത്രയധികം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫീസിലോട്ട് പോകുന്ന അവൾ അവൻ്റെ മുന്നിൽ പെടാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ വാഷ്റൂമിൽ അവൻ ഓൾറെഡി ഉണ്ട്. ഇവളെ കണ്ടതും നീ ഇന്ന് നേരത്തെ പോകണോ, എന്താ ഇത്ര നേരത്തെ എന്ന് വിചാരിക്കുന്നു, നീ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ പറയും, അല്ലല്ല എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നമുക്ക് നേരത്തെ നടന്ന കാര്യം ഞാൻ വന്നിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവന് പറ്റില്ല, എനിക്കതിനൊരു എക്സ്പ്ലനേഷൻ ഇപ്പം തന്നേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് നിർത്തുന്നു. അതിൽ പിന്നെ അവൾ പറയും, എനിക്കറിയാലോ എനിക്ക് ആ രോഗമുണ്ടെന്ന്, ഞാൻ ഉറക്കത്തിൽ അറിയാതെ വന്ന് കിടന്നതാണ്, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പോൾ അത് ഇവളുടെ പ്രശ്നമാണെന്ന രീതിയിൽ ഇവളെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് തീരെ കൺട്രോളില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോൾ എൻ്റെ റൂം വരെ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. അതിൽ പിന്നെ ഇഫാൻ ഒരു കാര്യം പറയും, അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിനക്കും ചെറുതായിട്ടുള്ള അസുഖമുണ്ട്, അതായത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നപ്പോൾ നീയാണ് എന്നെ വീണ്ടും അവിടെ പിടിച്ച് കിടത്തിയത്, ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല, നീ രണ്ട് തവണയായിട്ട് നീ മനഃപൂർവ്വം എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവനൊന്ന് ഞെട്ടിയിട്ട് 2 തവണയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയും, അന്നൊരു ദിവസം ഞാൻ നിന്നെ ഹഗ് ചെയ്തപ്പോൾ നീ എന്നെ തിരിച്ച് ഹഗ് ചെയ്തില്ലേ എന്ന്. അതായത് ഒരു ദിവസം ഇവൾ രാത്രി വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് ഇവൻ തെറ്റിദ്ധരിച്ചല്ലോ ഇവൾ ഉറക്കത്തിൽ നടന്നതാണെന്ന്. അങ്ങനെ പിന്നെ ഇവളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ അവളെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവനക്കും ഇവളെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇവൾ ഓപ്പണായിട്ട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിയിട്ട് പറയും, ഓഹോ അപ്പോൾ നീ അന്ന് ഉറക്കത്തിലല്ലായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വാദി ഇവിടെ പ്രതി തന്നെ ആവുകയാണ്. എന്നിട്ട് വീണ്ടും ഇവളെ ബ്ലെയിം ചെയ്ത് ഇവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് വരികയാണ്. ഇവൾ ആകെ പെട്ടുപോയി എന്ന് മനസ്സിലാക്കി ഇവൾ പിന്നെ തനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് വേഗം ഓഫീസിൽ എത്തണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്.
ഇനി ഹോനിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു സീന് കാണാം. ഗ്രാൻഡ് ഫാദർ രാവിലെ തൊട്ടേ അവരുടെ ഒരു മെഡിസിൻ നോക്കിയാണ്. അങ്ങനെ തെരഞ്ഞ് അവസാനം കിട്ടുന്നു. പക്ഷേ അതൊരു എംപ്റ്റി ബോട്ടിലാണ്. അതിലൊറ്റ മെഡിസിൻ പോലും ഇല്ല. പിന്നെ അതിൻ്റെ ബാക്കി തെരഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് അവരുടെ തന്നെ ഒരു PA വന്നിട്ട് എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. അങ്ങനെ മെഡിസിൻ കാണാതാകുമ്പോൾ തന്നെ അവർ പറയും, എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കാം, എന്നിട്ട് നമുക്ക് ഡോക്ടറിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ബാക്കി മെഡിസിൻ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ നിർബന്ധിച്ചിട്ട്, ആക്ച്വലി മുത്തച്ഛനക്ക് പോകാൻ തീരെ താല്പര്യമില്ല, പക്ഷേ ഇവർ നിർബന്ധിച്ചിട്ട് ആ മുത്തച്ഛനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ മുത്തച്ഛനെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് അവർ കാർ പാർക്ക് ചെയ്തിട്ട് വരാം, മുത്തച്ഛനോട് എവിടെയും പോകരുത്, അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാർ പാർക്കിങ്ങിന് പോകുമ്പോൾ, എന്നാൽ മുത്തച്ഛൻ ആ സമയം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ഈ ഒരു PA ആണെങ്കിലോ തെരഞ്ഞിട്ട് പിന്നെ കാണുന്നില്ല മുത്തച്ഛനെ. അങ്ങനെ അവർ ഓടി തെരഞ്ഞ് നടക്കുമ്പോഴാണ് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ ഇഫാൻ്റെ ഫ്രണ്ട് അവളുടെ വർക്കിൻ്റെ ഭാഗമായിട്ടും അവർ വേറൊരു മുത്തശ്ശനെയും കൊണ്ടിട്ട് അവൾ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് അവർ കയറി ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ അങ്കിളിനെ കാണുന്നതും. ഇവർ തമ്മിൽ കണ്ടപ്പോൾ ഈ ഒരു PA അവരോട് പറയുകയാണ് മുത്തച്ഛനെ കാണാനില്ലെന്ന്. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും തെരഞ്ഞു നടക്കുകയാണ്. അവസാനം ഒരു സെക്യൂരിറ്റിനോട് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയും, ഒരു പ്രായമായിട്ടുള്ള ഒരാളെ ഇവിടെ എങ്ങനെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പിന്നെ അവരൊരു ടാക്സിയാണ് എന്നോട് അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞത്, ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നു. അതിൽ പിന്നെ ഇവരാകെ ടെൻഷനായി. ആ മുത്തശ്ശൻ ആ ടാക്സിയും പിടിച്ചിട്ട് എങ്ങോട്ട് പോയി എന്നും ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇഫാൻ്റെ ബെസ്റ്റി അവൾ വേഗം ഹോനിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ ഹോനും ഇവളും കൂടിയാണ് പിന്നെ മുത്തച്ഛനെ തിരഞ്ഞ് നടക്കുന്നത്. അപ്പോഴാണ് ഇവൾക്ക് ഒരു സംശയം തോന്നുന്നത്, ഒരുപക്ഷെ മുത്തച്ഛൻ അന്ന് ഈ മുത്തച്ഛൻ്റെ പിന്നാലെ നടക്കുന്ന വേറൊരു പ്രായമുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് എങ്ങാനും പോയിട്ടുണ്ടാകുമോ. എന്നിട്ട് അവരുടെ നമ്പർ ഇവിടെ ഈ ബെസ്റ്റിൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ വിളിച്ച് ചോദിക്കും. കാര്യം മുത്തശ്ശനുണ്ടോ എന്നൊന്നല്ല, അവരുടെ അടുത്ത് കുറച്ച് അധികം ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്, ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊരു ഗിഫ്റ്റായിട്ട് തരട്ടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലോട്ട് എത്താൻ. പക്ഷേ എടുത്ത പാടെ അവർ പറയുന്നത്, എനിക്കിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യവുമില്ല, മാത്രമല്ല ഇവിടെ അത്യാവശ്യത്തിലധികമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാനുള്ള ഒരു ധൃതിയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ബെസ്റ്റിക്കും ഹോനും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അവിടെ മുത്തശ്ശൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. പിന്നെ അവർ അഡ്രസ്സൊക്കെ വേറൊരാളെടുത്ത് നിന്ന് തപ്പി പിടിച്ച് എടുത്ത് ഇവർ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഹോനാണെങ്കിൽ മതിലൊക്കെ ചാടിയിട്ടാണ് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ ഗേറ്റ് തുറന്നിട്ടാണ് ബെസ്റ്റ് കയറുന്നത്. അങ്ങനെ പിന്നെ ഇവർ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ മുത്തശ്ശനാണ് ഡോർ തുറന്ന് കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശനെ കൈയോടെ പിടിക്കുന്നു. എന്നിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഈ മുത്തശ്ശൻ പറയുന്നത്, അവർ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് ഇവർക്കൊരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട്, അതിൽ ഈ ഒരു സ്ത്രീക്ക് വയ്യാതായെന്ന് അറിഞ്ഞതും ഈ മുത്തശ്ശൻ ആകെ ടെൻഷനായിട്ട്, പിന്നെ അവരെ നോക്കാൻ ആരുമില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഈ മുത്തശ്ശനെ അവരെ കെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നു. ഹോന് നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ഹോന് അവരെ പിന്നെ വേഗം അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നെ ഹോനും ഈ ഒരു ബെസ്റ്റിയും കൂടി ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹോന് അവൻ്റെ ലൈഫിലെ അവൻ്റെ സങ്കടങ്ങളെല്ലാം ഇവളോട് കുറച്ചൊക്കെ ആയിട്ട് തുറന്ന് പറയുകയാണ്. അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണെന്നും പിന്നെ കൂടെ അവളുടെ ബ്രദറും മരിച്ചിട്ടുണ്ട്, പിന്നെ ഇവന് ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. പിന്നെ ഇപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു സങ്കടമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവന് കടന്നു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളെന്തോ അതെല്ലാം കേട്ടിട്ട് ഇവൾക്ക് ഭയങ്കര ഹാർട്ട് ടച്ച് ആവുകയും ഇവൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയും അത് കേട്ടപ്പോൾ ഇവൾക്ക് എന്തോ ഭയങ്കര ഒരു ആത്മവിശ്വാസം, ആരോ തൻ്റെ കൂടെ ഉണ്ട് തന്നെ കെയർ ചെയ്യാൻ എന്നൊക്കെ ഒരു തോന്നലും ഭയങ്കര ഒരു ഗുഡ് ഫീൽ തോന്നിയത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു ഇമോഷണലിൽ പെട്ടെന്ന് ഇവളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ബെസ്റ്റ് നേരെ ഇഫാനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇഫാനെ അവളെ വിളിച്ചിരിക്കുകയാണ്. അവൾ ഇപ്പോൾ ഭയങ്കര ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. ഞാനോട് ഇനി താൻ എന്തു പറയും, അതും അവൻ്റെ ബെഡിൽ കയറിപ്പോയി കടന്നിരിക്കുന്നു. അതിനൊരു തക്കതായി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇവൾ എന്തു കൊടുക്കണം എന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവളുമായിട്ട് ആ ഒരു കാര്യം ഷെയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഇവളുടെ ഒരു അഡ്വൈസ് എടുക്കും വേണം. അതിനു വേണ്ടിയിട്ട് ഇവളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫുഡൊക്കെ ഇഫാൻ മേടിച്ചു കൊടുത്തു. പക്ഷേ അവളൊന്നും മിണ്ടുന്നില്ല. അവൾ മനസ്സിൽ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇവൾ ചോദിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്, നീയല്ല എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്, എന്നിട്ട് നീ ഒന്നും മിണ്ടുന്നില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ സങ്കടപ്പെട്ട് പറയുന്നു, ഞാൻ വീണ്ടും സ്ലീപ്പ് വാക്കിംഗ് തുടങ്ങിയെന്ന്. അതിൽ ഇവൾ ചോദിക്കും, ഞാൻ നിനക്കൊരു ബാഗ് വാങ്ങി തന്നിട്ട് അതെന്താ യൂസ്ഫുൾ ആയില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അത്ര അങ്ങോട്ട് യൂസ്ഫുൾ ആകുന്നില്ല, മാത്രവുമല്ല ഞാനത് വെക്കാൻ പല ദിവസവും മറന്നു പോകും എന്നും പറയുന്നു. എന്നിട്ട് വീണ്ടും ഇവളൊന്ന് ആലോചിച്ചിട്ട് പറയും, അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അന്ന് ഹോൻ്റെ കൂടെ അറിയാതെ ബെഡ് ഷെയർ ചെയ്തില്ലേ, അതിൽ പിന്നെ അവന് നിന്നോട് എന്തെങ്കിലും സോറി പറഞ്ഞോ, അതല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ തരാൻ നിന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഇവൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇവൾ പറയും, അത് മാത്രമല്ല അവൻ എന്തിനു എനിക്ക് തരണം, ഞാനല്ലേ അവൻ്റെ ബെഡിലോട്ട് പോയി കടന്നത്, ഞാനാണ് എല്ലാം ചെയ്തത്, പിന്നെ ഞാൻ പകരമായിട്ട് അവനക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഗ്രാൻഡ് പാരൻസ് വരുന്ന ദിവസം ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കും
അറിയിക്കണം, അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള കണ്ടീഷൻ. അത് ഞാൻ ഭംഗിയായിട്ട് അഭിനയിച്ച് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആയി എന്നൊക്കെ പറയുന്നു. അതിൽ പിന്നെ ഇവൾ ഇനി താൻ എന്ത് ചെയ്യും എന്നും ഇവൾക്കൊരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയില്ലല്ലോ. എങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ബെസ്റ്റിക്ക് ഒരു കോൾ വരുന്നത്. അത് ഹോൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഗ്രാൻഡ് ഫാദർ പെട്ടെന്ന് വിളിച്ചിട്ട് പറയും, ഹോനി എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് വാ, അവനൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളും ആകെ ടെൻഷനായിട്ട് എന്നിട്ട് ഇഫാനോട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ ഓടുകയാണ് ഹോൻ്റെ അടുത്തോട്ട്, അവനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നേരെ ഇവിടെ ഹോൻ്റെ ഗ്രാൻഡ് ഫാദറിനെ എടുത്തിട്ട് അവരെയും കൂട്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പോവുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഈ ഗ്രാൻഡ് ഫാദറിനോട് ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ മുത്തശ്ശിയും കാര്യം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പോയി പറയുകയാണ്. അതിൽ ഇവൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ മുത്തശ്ശി അവരിപ്പോൾ ഇവർ സെപ്പറേറ്റഡ് ആണ്. അത് മാത്രമല്ല മുത്തശ്ശി ഇപ്പോൾ സെപ്പറേറ്റ് ആയതിനു ശേഷം ഇങ്ങനെ ഒരുപാട് ലോങ് ഡ്രൈവ് പോകാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഡ്രൈവ് ചെയ്തു പോകും, പിന്നെ അവിടെ ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്യും. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നെ അവരുടെ മനസ്സ് കൂളാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഒരു പ്രകൃതമായിട്ടുണ്ട് ഇപ്പോൾ മുത്തശ്ശിക്ക്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇപ്പോൾ ലാസ്റ്റ് പോകുമ്പോൾ ഇവളോട് പറഞ്ഞിരുന്നു താൻ പോവുകയാണെന്ന്. പിന്നെ ഇങ്ങനെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള മുത്തശ്ശനെയും ആലോചിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. മനസ്സിന് ഇനി സമാധാനം കിട്ടുന്ന കുറച്ച് ലൈഫും കൂടി ഇനി ബാക്കിയുള്ളൂ. മനസ്സിന് സമാധാനം കിട്ടുന്ന അവരുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതാണ് മുത്തശ്ശിയുടെ അംബീഷൻ. അങ്ങനെ പിന്നെ മുത്തശ്ശിയെ ഇപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. മുത്തശ്ശൻ അത് പറയുമ്പോൾ തന്നെ ഇവൾ പറയും, അതല്ല അവൻ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു തരുമോ, അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ എന്തൊക്കെയോ പിച്ചും ഭയം പറയുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഹോന് ഇവരെ ഇങ്ങോട്ട് വിളിക്കുന്നത്. എന്നാൽ ഹോന് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ ബെസ്റ്റ് പറയും, നിന്നെ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്നാണല്ലോ ഇവിടെ മുത്തശ്ശൻ പറയുന്നത്, എന്താ കാര്യം, എന്താ പറ്റിയത്, എവിടെയാണ് നീ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഹോന് പറയും, എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല, ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത് എന്ന് പറയുന്നു. പിന്നെ ഈ മുത്തശ്ശൻ്റെ ഒരു മാനസിക നില തെറ്റിയത് ഇവൾ മനസ്സിലാക്കുന്നു. പിന്നെ ഹോനുമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അവരുടെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്നാൽ മുത്തശ്ശൻ ഇങ്ങനെ ഓരോ പിച്ചും പായി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒന്ന് കൂളായതിനു ശേഷം മുത്തശ്ശൻ കാര്യം പറയും. അതായത് മുത്തശ്ശൻ രാവിലെ ഇങ്ങനെ വാക്കിങ്ങിന് പോയ സമയത്ത് ഒരു ആക്സിഡൻറ്റ് ലൈവായിട്ട് കാണുകയും പെട്ടെന്ന് തൻ്റെ മകനും മരുമകളും ആക്സിഡൻ്റായിട്ട് മരിച്ച ആ ഒരു കാര്യം മനസ്സിലോട്ട് വന്നിട്ട് ആകെ സമനില തെറ്റുകയാണ്. അതായത് ഹോനിൻ്റെ അച്ഛനും അമ്മയും. എന്നിട്ട് ആ ഒരു ട്രോമയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. സ്വബോധം വന്ന മുത്തശ്ശൻ പിന്നെ ഇവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവരെ ഇത്രയും വിഷമിപ്പിച്ച പിന്നെ ഹോനെ ആ ഒരു പഴയ അച്ഛൻ്റെയും അമ്മയുടെ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചിട്ട് വീണ്ടും വിഷമിപ്പിക്കുന്ന ഈ മുത്തശ്ശനോട് അവനക്ക് പെട്ടെന്നൊരു ദേഷ്യം വരികയും മുത്തശ്ശനോട് അതൊരു ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവന് വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ അതിൻ്റെ പിന്നാലെ തന്നെ ഈ ബെസ്റ്റിയും പോകുന്നുണ്ട്. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് പറയും, അവർക്ക് പ്രായമായതല്ലേ, പിന്നെ ഇപ്പോൾ പഴയ പോലെ അങ്ങനെ ഒരു മനസ്സിനൊരു ഉറപ്പൊന്നും ഉണ്ടാകില്ല ഈ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പ്രായമായതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഫീലിങ്സും കൂടി മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൽ പിന്നെ ഹോന് അവൻ്റെ ഒരു ഡോഗിനെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഫ്യൂണറലിൻ്റെ അന്ന് അവനക്ക് കിട്ടിയതാണ്. അവരെ ഭയങ്കര മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൻ്റെ സമയം കൂടുതൽ ഇവനുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇവന് എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു ഭയങ്കര കൂട്ടുകാരനാണ് എന്നൊക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററിയും ഇങ്ങനെ പറയുന്നു ഭയങ്കര ഇമോഷണലായിട്ട്. ഇനി ഇഫാനെ അവൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴൊന്നും അതിലൊന്നുമല്ല അവളുടെ കോൺസെൻട്രേഷൻ. ഫുള്ള് ഞാനോട് അവൾ എന്ത് എക്സ്ക്യൂസ് പറയും, അവനെ എങ്ങനെ ഇനി ഫേസ് ചെയ്യും എന്നൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് എപ്പോഴാണ് വീട്ടിലെത്തുക എന്ന്. എന്നാൽ അവൾ ആക്ച്വലി അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവൾ പറയും, ഞാനിന്ന് ലേറ്റ് ആകും, എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്ന്, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ സംസാരിക്കാം എന്നൊക്കെ പറയുന്നു. ഇനി അത് കഴിഞ്ഞ് അവൾക്ക് ഇനിയുള്ള ബാക്കിയുള്ള സമയം എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോഴാണ് അവൾ ഓർത്തത്, പണ്ട് ഈ ഒരു ആക്ടർ പയ്യൻ അവളെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നല്ലോ. അന്ന് അവനെ ഇഗ്നോർ ചെയ്തു. എന്നിട്ടിപ്പോൾ താല്പര്യമില്ലെങ്കിലും അവനെ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവന് നമുക്കതിന് പോവല്ലെന്ന് പറയുന്നു. അത് കേട്ടതും അവന് ഭയങ്കര സന്തോഷമാകും. കാരണം അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവൾ വരുമെന്ന്. ആക്ച്വലി അവൻക്കത് വാങ്ങിക്കൽ വലിയ നിർബന്ധമുള്ള കാര്യമല്ലെങ്കിലും ഇവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാലോ, അതിനു വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും അവർ രണ്ടുപേരും അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്നാൽ അപ്പോഴും ഇവിടെ ഇഫാനെ അവളിങ്ങനെ യാനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണല്ലോ ചാറ്റ് ചെയ്യുന്നത്. എന്നാൽ അവൾ യാനോടാണ് ചാറ്റ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയ ഇവനെ അവളോട് ചോദിക്കും, അല്ല അവന് ശരിക്കും നിൻ്റെ ഒരു റൂംമേറ്റ് മാത്രമാണോ, അവന് ഓവറായിട്ട് നിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം, ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റി ഒക്കെ കളിക്കുന്നുണ്ടോ? എന്നാൽ അത് കേട്ട ഇഫാൻ ഇവിടെ യാനെ അനുകൂലിച്ചിട്ട് പറയും, അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്, ഏത് സമയത്ത് വരും എന്നൊക്കെ അറിയിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യാനെ പറ്റി ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ കൺവിൻസ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇവനെ പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്ന ഇഫാനോട് ഈ ആക്ടർ പയ്യൻ ചോദിക്കാണ്, ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന്. അതിൽ ഇവൾ പറയും, ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണെന്ന് പറയുമ്പോൾ ഈ പയ്യൻ ചോദിക്കും, നിങ്ങൾ അവൻ്റെ ഫസ്റ്റ് ലവ് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട് പെട്ടെന്ന് ഇവളൊന്ന് ഞെട്ടിയിട്ട് പിന്നെ
അല്ല എന്നൊക്കെ പറയും. അതിൽ ഇവൻ പറയും ഇവൻ കോളേജ് ടൈമിൽ ഇവൻ്റെ പിന്നാലെ ഒരുപാട് കുട്ടികളൊക്കെ പിന്നാലെ കൂട്ടിയിരുന്നു, നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ തന്നെ. പക്ഷേ ഇവൻ എല്ലാവരെയും ഇഗ്നോർ ചെയ്യുകയായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടിരുന്നു ഇവൻക്ക് സ്കൂൾ ടൈമിലുള്ള ഏതോ ഒരു പെൺകുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ മനസ്സിൽ നിന്നും അവൾ ഇതുവരെ പോയിട്ടില്ല, അവളെ മറക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ കുറേ പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും ഒന്ന് ഞെട്ടിയിട്ട് അവളില്ല എന്ന രീതിയിൽ തന്നെ പറയുന്നു. അതിൽ ഇവന് പറയും എന്നാലും ആ പെൺകുട്ടി ആരായിരിക്കും, ഇത്രയും സ്മാർട്ടായ ഇവനെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന ആ പെൺകുട്ടി ആരായിരിക്കും, എന്തൊരു ജാടയായിരിക്കില്ലേ അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ അവളെ ഇങ്ങനെ കുറ്റം പറയുന്നുമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇഫാൻ ചോദിക്കുകയാണ്, അന്ന് ആ ഒരു ഗ്രാജുവേഷൻ പരിപാടിൻ്റെ ഭാഗമായിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അന്ന് അവന് ഒരുപാട് കള്ള് കുടിച്ചു, എന്നിട്ട് ഒരുപാട് ഇങ്ങനെ പിച്ചും ഭയം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഇവന് ഒരിക്കൽ ഇവളോട് പറഞ്ഞിരുന്നല്ലോ. അതിൽ ഇവൾ ചോദിക്കും ശരിക്കും അവൻ എന്താണെന്ന് പറഞ്ഞിരുന്നത് എന്ന്. അതിൽ ഇവന് പറയുകയാണ് അന്ന് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പക്ഷെ പറഞ്ഞതെല്ലാം ഭയങ്കര ഇമോഷണലായിട്ട് എന്തൊക്കെയോ ഭയങ്കര സങ്കടങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുകയായിരുന്നു, എന്താണെന്ന് ഇപ്പം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പിന്നെ ഇവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ആക്ടർ പയ്യൻ പറയുന്നത് ഇപ്പോഴേ എനിക്ക് ഓർമ്മയത് അവൻ എന്താ പറഞ്ഞതെന്ന്, ഒരുപാട് കാലമല്ലോ ഞാൻ മറന്നിരുന്നു. അവന് പറഞ്ഞിരുന്നത് അവന് ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളോട് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഇവളെ അറിയാതെ തന്നെ ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കാം അവൾ പോയത്. ഇനിയൊരു ലൈഫ് ഒന്നും കൂടെ ബാക്കിലോട്ട് പോയാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും, എൻ്റെ അടുത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും ഞാൻ വരുത്തില്ല എന്നൊക്കെ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മയാകുന്നത് എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടിട്ട് ഇവൾക്ക് ഭയങ്കര സങ്കടം വരും. അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് അവൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിക്കൊണ്ടാണ് അവൾ വീട്ടിലോട്ട് പോകുന്നത്. എന്നാൽ ഇവന് ഉറങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ഇവൾ വിചാരിച്ചത്. അവനെ ഉണർത്താതെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവന് വാഷ്റൂമും തുറന്നുകൊണ്ട് പുറത്തോട്ട് ഇങ്ങോട്ട് വരുന്നത്, അതും ഷർട്ടൊന്നും ഇടാതെ തന്നെ. എന്നാൽ ഇവനെ ഈ ഒരു ഷർട്ടില്ലാത്തത് കണ്ടതുകൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് അങ്ങോട്ട് മുഖം പൊത്തിക്കൊണ്ട് മാറി നിൽക്കുന്നു. എന്നിട്ട് അവനെ വഴക്കും പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം പറഞ്ഞതല്ലേ ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ കോമൺ പ്ലേസിൽ വന്ന് നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ഇവൻ ഇവളോട് അടുത്തോട്ട് വന്നിട്ട് പറയും, അല്ല ഞാനൊരു കാര്യം ചോദിക്കോട്ടെ, നിനക്കെന്നെ ഹഗ് ചെയ്യാം, നിനക്കെന്നെ കിസ് ചെയ്യാം, നീ എൻ്റെ ബെഡിൽ വന്ന് കിടന്ന് ഉറങ്ങാം, ഇപ്പോൾ ഞാനൊരു ഷർട്ട് ഇടാത്തതാണോ നിൻ്റെ ഇത്രയും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നാൽ വന്നപ്പോഴേ തന്നെ ഇവൾക്ക് ഒരു സ്മെല്ലടിച്ചത് കൊണ്ട് തന്നെ ഇവൾ ചോദിക്കും നീ കുടിച്ചിട്ടുണ്ടോ എന്ന്. അതിൽ അവൻ യെസ് എന്ന രീതിയിൽ തലയാട്ടുന്നു. പിന്നെ അവൾ പെട്ടെന്ന് അവൻ്റെ ആ ഒരു സോണിൽ നിന്നും ഒന്ന് മാറി നിന്ന് പറയും, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ആ സമയത്ത് ഓർമ്മ ഉണ്ടാകില്ല, എനിക്ക് എന്തായാലും ഡോക്ടറെ കാണിക്കണം, ഞാൻ ഉടനെ തന്നെ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അതിനിങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ ഇവന് പെട്ടെന്ന് വീണ്ടും പിടിച്ചു വെച്ചിട്ട് ചോദിക്കും, നീ എന്താ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിൻ്റെ മുഖം ചുവന്നു തുടിക്കുന്നത്. അത് കേട്ടതും ഇവൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു ഡോക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് വീണ്ടും വന്നിട്ട് അവളോട് നീ ശരിക്കും ബ്ലഷ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ അവൾ പറയും ഞാൻ ഇവിടെ ഭയങ്കര ചൂടല്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരൊരു ടോം ആൻഡ് ജെറി മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. ഇവളെ പിടിച്ച് നിർത്തി കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുന്നു. ഇവളാണെങ്കിലും പിടി കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിഞ്ഞ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവനാണെങ്കിൽ വിടുന്നുമില്ല. അങ്ങനത്തെ ഒരു ചെറിയ പ്ലേ ആണ് അവിടെ നടക്കുന്നത്. അവസാനം അവൾ കീഴടങ്ങിക്കൊണ്ട് അവനോട് ചോദിക്കും, ഓക്കെ എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഞാനിനി എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത്, ഞാനിനി എന്ത് ചെയ്താലാണ് ഇതിനൊരു പ്രത്യുപകാരമാകല് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ഭയങ്കര ഇമോഷണലായിട്ട് ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് നല്ല കുടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല ആട്ടവുമുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയും, ഓക്കെ എന്നാൽ ഞാനിനി ഇതിനൊരു സൊല്യൂഷൻ പറയും, നിൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് നിനക്ക് അസുഖം മാറുന്നു അതുവരെ നീ ബാക്കിയുള്ള പയ്യന്മാരടുത്ത് നിന്ന് ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നു. ഇത് കേട്ടതും അവൾ ആകെ ഒന്ന് ഞെട്ടിയിട്ട് ഇവനെ നോക്കുകയാണ്. അതായത് ഇവന് ഒരു തരത്തിൽ തന്നെ കെയർ ചെയ്യുകയാണോ എന്ന് അവൾക്ക് ചിന്തിച്ചു പോവുകയാണ്. അതായത് ഇവളിങ്ങനെ സ്വബോധമില്ലാതെ നടന്നിട്ട് വേറൊരു പയ്യൻ്റെ കൂടെ പോയി കിടന്നാൽ ഇവൻ ചെയ്യുന്നത് പോലെ ആയിരിക്കണമെന്നുമില്ലല്ലോ അവർ ഇവളെ അപ്രോച്ച് ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ഒരു പ്രിക്വേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവൾക്ക് സേഫായിട്ടുള്ള ഒരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുന്നത് പോലെ തോന്നുകയും പെട്ടെന്ന് അവൾ അവിടെ നിന്നും ഞാൻ പോയി കിടക്കട്ടെ, ഞാൻ ഭയങ്കര ടയേർഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും അവൻ്റെ ആ ഒരു വലയത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് അവളുടെ റൂമിലെത്തും. എന്നിട്ട് അവൾ ഡോറടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ശരിക്കും അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്, എന്നെ അവനക്ക് ഇഷ്ടമായിരിക്കുമോ എപ്പോഴും, അതോ വേറെന്തെങ്കിലും രീതിയിലായിരിക്കുമോ, അവൻ എന്നെ കെയർ ചെയ്യുകയല്ലേ. പിന്നെ അത് മാത്രമല്ല ഇവനിപ്പോൾ എന്നെ തൊടുന്നു പിടിക്കുന്നു, എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ, എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നുന്നു. എന്നിട്ട് അവൾ ആ ഒരു ആക്ടർ പയ്യൻ അറിയാതെ തൊട്ടപ്പോൾ അവൾ പെട്ടെന്ന് വയലൻ്റ് ആയില്ലേ. ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുന്നു, എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും എന്നെ തൊട്ടപ്പോൾ എനിക്ക് രണ്ട് രീതിയിലുള്ള ഫീലിങ്സ് വരുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മനസ്സിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്.
എന്നിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. അങ്ങനെ അവളുടെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. പക്ഷേ അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ, ഇവള് അന്ന് ഒരു ദിവസം രാത്രി ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന സമയത്താണ് അന്ന് പതിവില്ലാത്ത കുറേ ലൈറ്റുകളും ഒരുപാട് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അവൻ ഒട്ടിച്ച ആ ഒരു കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്നത്. അവളത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഫീൽ ആവുകയും അവൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് അവൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയും എന്നിട്ട് അവനോടുള്ള കൂടുതൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കാര്യവും ഇപ്പോൾ ഇവൻ ഈ പറഞ്ഞ ഈ കാര്യവും എല്ലാം കൂടിയാണ് അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്. അങ്ങനെ അവൾ ആ ചിന്തിക്കുന്ന അവളെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ബാക്കി എന്തായെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.